Hi students, welcome to LNT. Part 2 revision ആണ് എന്ന മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അതായത് സാധ്യതകളുടെ ഗണിതം. ഒന്നാമത്തെ ചോദ്യം എഴുതിയിട്ടുണ്ട്. A box contains 7 white balls and 3 black balls. If a ball is taken from it, what is the probability of it being black? 2022 മാർച്ചിൽ വന്ന ചോദ്യമാണ്. അപ്പോൾ ഒരു പെട്ടിയിൽ 7 വെള്ളപ്പന്തുകളും 3 കറുത്ത പന്തുകളുമുണ്ട്. ഈ പെട്ടിയിൽ നിന്ന് ഒരു പന്ത് എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്ത്? ഇവിടെ നോക്കിക്കേ, ഞാൻ ഈ പടവും ബോക്സ് വരയ്ക്കാണ്. 7 വെള്ള, 7 വൈറ്റ്, 3 ബ്ലാക്ക്. ഇത് കഴിഞ്ഞാൽ കറുത്തത് എടുക്കാനുള്ള സാധ്യത മൊത്തം എത്ര എണ്ണം ഉണ്ട്? 10 ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ എണ്ണത്തിൽ കൂടുതൽ വെള്ള ആയതുകൊണ്ട് നമുക്ക് വെള്ള കിട്ടാനാണ് സാധ്യത കൂടുതൽ. എന്നാൽ ഇവിടുത്തെ ചോദ്യം അതല്ല. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബീങ് ബ്ലാക്ക്? 3 എണ്ണേ ഉള്ളു അല്ലേ, ഔട്ട് ഓഫ് 10. വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. എ ബോക്സ് കണ്ടെയ്ൻസ് 6 red beads and 5 white beads. Another box contains 8 red beads and 4 white beads. If one bead is taken from each, then what is the number of possible pairs? What is the probability of both being red? What is the probability of both beads are white? What is the probability of getting at least 1 red bead? അപ്പം 4 മാർക്കിൻ്റെ ചോദ്യം 2020 മോഡലിന് വന്നതാണ്. അതായത് ഒരു പെട്ടിയിൽ 6 ചുവന്ന മുത്തുകളും 5 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 8 ചുവന്ന മുത്തുകളും 4 വെളുത്ത മുത്തുകളുമുണ്ട്. ഓരോ പെട്ടിയിൽ നിന്ന് ഓരോ മുത്ത് വീതം എടുത്താൽ സാധ്യമായ ജോഡികളുടെ എണ്ണം എത്ര? 2 ചുവന്നതാകാനുള്ള സാധ്യത, 2 വെള്ളയാകാനുള്ള സാധ്യത, ഒരെണ്ണമെങ്കിലും ചുവപ്പാകാനുള്ള സാധ്യത എത്ര? നമുക്കിത് ഒരു ചോദ്യം വായിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് പടമൊക്കെ വരച്ച് ചെയ്യാം. ഓക്കെ, ചോദ്യത്തിൽ പറയുന്ന അനുസരിച്ച് നമുക്ക് ബോക്സ് വരച്ച് ആൻസർ കണ്ടെത്താം. 2 ബോക്സുകൾ അല്ലേ, 2 പെട്ടികൾ. എന്താ പറയുന്നത്? ഒരു ബോക്സിനകത്ത് 6 ചുവപ്പും 6 റെഡ് ആൻഡ് എത്ര വൈറ്റ്? 5 വൈറ്റ്, 5 വെള്ള. മറ്റൊരു പെട്ടിയിൽ എത്ര? 8ഉം 4ഉം, 8 റെഡ് 4 വൈറ്റ്. അപ്പൊ ഇവിടെ മൊത്തം എത്രയാണ് നോക്കിക്കേ. 2 ഓരോന്നും ഇത് എടുക്കുക. നമ്മൾ 2 കൈയും ഉപയോഗിച്ച് 2 ഓരോന്നും എടുക്കുക. 2 ഓരോന്നും എടുക്കുക. അപ്പൊ ഇവിടെ മൊത്തം എത്രയുണ്ട്? 6 5 11. 6 + 5 11, 8 + 4 12. പന്തുകളുടെ എണ്ണം, പന്താണോ മുത്താണോ? മുത്തുകളാണ്. അപ്പൊ മുത്തുകളുടെ എണ്ണം 11ഉം മറ്റേതില് രണ്ടാമത്തെ പെട്ടിയില് 12. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. പേഴ്സ് ആകുമ്പോൾ ഇതെന്താണ്? ഇത് രണ്ടും നമ്മൾ ഗുണിക്കുക ചെയ്യുന്നത്. 11 × 12 എത്ര കിട്ടും? പേഴ്സ് പറയുമ്പോൾ എപ്പോഴും ഗുണനമാണ്. അപ്പം ആദ്യത്തെ ആൻസർ 11 × 12 എത്ര കിട്ടും? 132 എന്ന് കിട്ടും. അപ്പം ഒരുപാട് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സ്. അടുത്ത, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീഡ്സ് ബീങ് റെഡ്? 2ഉം ചുവപ്പാകാനുള്ള സാധ്യത. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 6 8 48 ബൈ 132. ഇത് നമുക്ക് വെട്ടി ചെറുതാക്കി എഴുതാം. മൂന്നാമത്തത്, 2ഉം വെള്ളയാകാനുള്ള സാധ്യത. ഇത് രണ്ടും കൂടെ ഗുണിക്കുക. 5 4 20, 20 ബൈ 132. ഇനി അടുത്തത്, ഒരെണ്ണമെങ്കിലും ചുവപ്പ്. അപ്പം നമുക്ക് എത്ര സാധ്യതകളാണ് ഉള്ളത്? 2ഉം ചുവപ്പാകാം, 1 ചുവപ്പും, അടുത്തത് വെള്ളയുമാകാം, 2ഉം വെള്ളയാകാം, പിന്നെ ആദ്യത്തെ വെള്ളയും. ഇത് ഇത്രയും ജോഡികൾ കൂട്ടുമ്പോഴാണ് 132 ജോഡികൾ കിട്ടുന്നത്. അപ്പം ഇതിൽ നിന്ന് ഒരു ചുവപ്പെങ്കിലും എന്ന് പറഞ്ഞാൽ 2ഉം ചുവപ്പായാലും കുഴപ്പമില്ല, പക്ഷേ 2ഉം വെള്ളയാവാൻ പാടില്ല. ഇതങ്ങ് നമുക്ക് മൊത്തത്തിൽ നിന്ന് കുറച്ചാ പോരെ. എത്ര? 132 ഉണ്ടല്ലേ. 132-ൽ
20 വെള്ളകൾ മാത്രമേ ഉള്ളൂ. വെള്ളകളുടെ ജോഡികൾ 20ആണ്. അപ്പോൾ 132 മൈനസ് 20 എത്ര കിട്ടും? 102 112/132. വളരെ എളുപ്പമല്ലേ? ഇത്രയേ ഉള്ളൂ. ഈ ചോദ്യങ്ങൾ, ഇതുപോലത്തെ ചോദ്യങ്ങൾ എക്സാമിനേഷന് വരുന്നതായിരിക്കും. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. There are 30 scouts and 20 guides in a school. In another school, there are 20 scouts and 15 guides. From each school among them, one is selected for participation in a seminar. What is the total number of possible selections? What is the probability of both being scout? What is the probability of both being guides? What is the probability of one scout and one guide? 4 മാർക്കിന്റെ ചോദ്യം. 2018 മാർച്ചിൽ വന്ന ചോദ്യമാണ്. ഒരു സ്കൂളിൽ 30 സ്കൗട്ടുകളും 20 ഗൈഡുകളും ഉണ്ട്. അടുത്ത സ്കൂളിൽ എന്താണ്? 20 സ്കൗട്ടുകളും 15 ഗൈഡുകളും ഉണ്ട്. ഓരോ സ്കൂളിൽ നിന്ന് ഓരോരുത്തരെ തിരഞ്ഞെടുത്താൽ, ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ 2 സ്കൂളിൽ നിന്ന് ഓരോ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗൈഡും സ്കൗട്ടും കാര്യമാണ് ഉള്ളത്. ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ നമുക്ക് വാട്ട്സ് എ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സെലക്ഷൻ? എന്താണ്? ആകെ വ്യത്യസ്തമായ എത്ര ജോഡികൾ ഉണ്ടായിരിക്കും? ഏത് തരത്തിലുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുക? 2 പേരും സ്കൗട്ട് ആവാനുള്ള സാധ്യത, 2 പേരും ഗൈഡ് ആവാനുള്ള സാധ്യത, 1 സ്കൗട്ടും 1 ഗൈഡും ആകാനുള്ള സാധ്യത. ഈ ചോദ്യം വായിച്ചിട്ട് നമുക്ക് പടമൊക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ആൻസർ കണ്ടെത്താം. ഇപ്പം 2 സ്കൂളാണ്. ഞാൻ സർക്കിളായിട്ട് വരയ്ക്കാം. 2 സ്കൂളുകൾ. അപ്പോൾ 2 സ്കൂളിൽ 30ഉം 20ഉം. ഇവിടെ 30 എന്താണ്? സ്കൗട്ട്, അതിന് എസ് എന്ന് കൊടുക്കാം. 20 ഗൈഡ്, ജി എന്ന് കൊടുക്കാം. അപ്പുറത്തെ സ്കൂളിൽ 20 സ്കൗട്ടും എത്രയാണ്? 15 ഗൈഡുമാണ്. 15 ഗൈഡാണ്, സ്കൗട്ടാണ്. അപ്പോൾ ഇവിടെ എത്ര? മൊത്തം 50 അല്ലേ? ഇവിടെ എത്ര? 35. ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതാണ് ആകെ പേർ, ജോഡികളുടെ എണ്ണം. എത്ര ജോഡികളുണ്ട്? 50 ഗുണം 35. നമുക്ക് എത്ര ജോഡികൾ കിട്ടും? 35 ഗുണം 5 എത്ര കിട്ടും? 1750. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസറായി 1750. ഇനി രണ്ടാമത്തേൻ്റെ ആൻസർ, 2 പേരും സ്കൗട്ടുകളാകാനുള്ള സാധ്യത. സ്കൗട്ട് 2 കൂടെ ഗുണിച്ചാൽ മതി. എത്ര കിട്ടും? 30 ഗുണം 20. 30 into 60 20, that is 600. എപ്പോഴും ടോട്ടൽ എഴുതണം കേട്ടോ. ടോട്ടൽ എത്രയാ? 1750. രണ്ടാമത്തെ ആൻസറായി. ഇനി മൂന്നാമത്തത് എന്താണ്? 2 പേരും ഗൈഡുകളാണ്. അപ്പോൾ ഗൈഡ് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 into 15 300 by 1750. ഇനി നാലാമത്തത്, 1 സ്കൗട്ടെങ്കിലും, 1 സ്കൗട്ട് 1 ഗൈഡും ആകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് എത്ര സാധ്യതകളാണ്? കഴിഞ്ഞ കണക്ക് ചെയ്ത കണക്ക് നമുക്ക് എത്ര സാധ്യതകളാണ്? 2 പേരും സ്കൗട്ട് ആവാനുള്ള സാധ്യത, 1 സ്കൗട്ടും 1 ഗൈഡും ആകാനുള്ള സാധ്യത, പിന്നെ അടുത്തത് ആദ്യത്തെ ഗൈഡ്, പിന്നെ സ്കൗട്ട്, പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 എന്താണ്? ഗൈഡ് ആവാനുള്ള സാധ്യത. അപ്പം ഒരാളെങ്കിലും എന്താണ്? ഒരാളെങ്കിലും എന്തായിരിക്കണം? അല്ല, ഒരാളെങ്കിലും അല്ല, 1 സ്കൗട്ടും 1 ഗൈഡും ഉണ്ടായിരിക്കണം. 1 സ്കൗട്ടും 1 ഗൈഡും. അപ്പോൾ ഏതിനകത്താ 1 സ്കൗട്ടും 1 ഗൈഡും ഉള്ളത്? കണ്ടേ, ഇതിൻ്റെ അകത്ത് 2 എണ്ണത്തിൽ ഉണ്ട്. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇത് കിട്ടും 20 into 20 പ്ലസ്, പണം വരച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ 30 into 15 whole by 1750. എത്ര കിട്ടും ആൻസർ? 20 എത്ര? 400 അല്ലേ? 400 പ്ലസ്
എത്ര 450 ബൈ 1750 എത്ര കിട്ടും 850 ബൈ 1750. ഇതിനെ നമുക്ക് ചെറുതാക്കിയൊക്കെ എഴുതാം. ചെറുതാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്താണ് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. നാലാമത്തെ ചോദ്യം, എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ പാരലോഗ്രാം ആൻഡ് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. The triangle is shaded as shown in the figure. What is the area of the triangle if the area of the parallelogram is 50 centimeter square? രണ്ടാമത്തെ ചോദ്യം, find the probability of a dot put without looking it to be within the triangle. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. 2022 മാർച്ചിൽ വന്നതാണ്. ഒരു സാമാന്തര്യത്തിൻ്റെ ഒരു വശത്തിൻ്റെയും മധ്യബിന്ദുവും എതിർവശത്തെ മൂലകളും ചേർത്ത് ഒരു ത്രികോണം വരച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. സാമാന്തര്യത്തിൻ്റെ പരപ്പളവ് 50 ചതുര സെൻറ്റിമീറ്റർ ആയാൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് എത്ര? ഈ സാമാന്തര്യത്തിനുള്ളിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത എന്ത്? അപ്പം ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിളാണ്. അപ്പം നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ. നമുക്ക് ചിത്രത്തിൽ നോക്കി ഓരോന്ന് ചെയ്യാം. ഇവിടെ എന്താണ്? പാരലോഗ്രാമാണ്. എന്താ ഏരിയ ഓഫ് പാരലോഗ്രാം? ഏരിയ ഓഫ് പാരലോഗ്രാം ഞാനിങ്ങനെ ഷോർട്ടായിട്ട് എഴുതുന്നത്. പാരലോഗ്രാം എന്താണ്? ബി ഇൻറ്റു എച്ച്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താണ്? നോക്കിക്കേ, ഒരേ ഹൈറ്റ് അല്ലേ രണ്ടിനും? ഇതാണ് ഹൈറ്റ്. ഇവിടെ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്, ഒരേ ഹൈറ്റ്. നോക്കിക്കേ, ഇത് കോമൺ ബേസ് അല്ലേ? അപ്പം എന്താണ് ഒന്നാമത്തെ ആൻസർ നമുക്ക് എഴുതാം. വാട്ട്സ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ദ ഏരിയ ഓഫ് പാരലോഗ്രാം ഈസ് 50 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഹാഫ് ഇൻറ്റു ഒന്നാമത്തെ ആൻസർ 50ൻ്റെ പകുതി അല്ലേ? അപ്പം 50 ഇൻറ്റു 1/2 ഈക്വൽസ് 25 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി രണ്ടാമത്തെ എൻ്റെത് ഒരു എന്താണ് കുത്തിടുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിനകത്ത് വരാനുള്ള സാധ്യത എന്താണ്? പ്രോബബിലിറ്റി അല്ലേ? പ്രോബബിലിറ്റി ഓഫ് ഡോട്ട് ഫോൾസ് ഇൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഷെയ്ഡഡ് പോർഷൻ ഈക്വൽസ് ഏരിയ ഓഫ്, ഇതിൽ ബിഗർ ഏതാണ്? പാരലോഗ്രാം. ചെറുത് ഏതാണ്? ട്രയാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് പാരലോഗ്രാം ഹിയർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഷോർട്ടായിട്ട് എഴുതുക. അപ്പോൾ 25/50 എത്ര കിട്ടും? 25/50 1/2. മനസ്സിലായോ? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. വളരെ എളുപ്പമാണ്. അപ്പം സെയിം ഹൈറ്റും സെയിം ബേസും ആണെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കെല്ലാം ഇത് തന്നെ. അടുത്ത ചോദ്യം, the area of the rectangle in the figure is 14 centimeter square. What is the area of shaded region? What is the probability of putting a dot without looking to be within the triangle? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇങ്ങനെ 2 പാർട്ടായിട്ട് വരുന്ന സാധാരണ 2 മാർക്കിനുള്ളതാണ്. അപ്പം ഫിഗർ തന്നിട്ടുണ്ട്. ചിത്രത്തിലെ ചതുരത്തിന്റെ പരപ്പളവ് 14 സെന്റിമീറ്റർ ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഷെയ്ഡ് ചെയ്ത ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? കണ്ണടച്ച് ചിത്രത്തിൽ ഒരു കുത്തിട്ടാൽ ആ ത്രികോണത്തിലാകാനുള്ള സാധ്യത എത്ര? നമുക്ക് നോക്കാം. ഇപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിളാ. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയും തന്നിട്ടുണ്ട്? 40. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് 14. ഇതാ ഇവിടെ നോക്കിക്കേ. അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്താൽ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്, നീളവും, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിക്കോട്ടെ. ഇത് ബ്രെഡ്ത്തും ഇതിൻ്റെ ഹൈറ്റ് ആക്കാം, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ഹൈറ്റ്, ഏത് വേണമെങ്കിലും എഴുതാം. അപ്പം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹൈറ്റായിട്ട് എടുക്കാം അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇത് ഹൈറ്റ് രണ്ടിനും ഒന്നാണ്. ട്രയാങ്കിളിനും റെക്റ്റാങ്കിളിനും ഒരേ ഹൈറ്റാണ്. ഇവിടെ നോക്കിക്കേ, കോമൺ ബേസ് ആണ് അല്ലേ? അപ്പം എന്താണ്, ഇതിൻ്റെ ബേസും റെക്റ്റാങ്കിളിൻ്റെ ബേസും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്?
ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഈ 14ന്റെ പകുതിയല്ലേ, ഹാഫ് ഇൻറ്റു 14 എത്ര കിട്ടും? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. ആദ്യത്തെ ആൻസർ ആയി. അപ്പോൾ രണ്ടാമത്തെ ആൻസർ നിങ്ങൾക്കറിയാം. എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ടാമത്തെ ആൻസർ കണ്ണടച്ചൊരു കുത്തിട്ടാൽ കുത്ത് ട്രയാങ്കിളിൽ വീഴാനുള്ള സാധ്യത, പ്രോബിലിറ്റി, ഡോട്ട് ഫോൾസ് ഇൻ ട്രയാങ്കിൾ. അപ്പം ചെറുതിൻ്റെ ഏരിയ എത്രയാണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. നമുക്ക് വേണം ഇത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ ആണ് ചെറുത്, റെക്റ്റാങ്കിൾ വലുത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്ര? റെക്റ്റാങ്കിൾ 14ഉം ട്രയാങ്കിൾ 7. ഇപ്പൊ എത്ര കിട്ടും? നേരത്തെ അതേ ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ചോദ്യം, ടീച്ചർ ആസ്ക്ഡ് എ സ്റ്റുഡന്റ് ടു സേ 2-digit number. What's the probability of that number being 17? What's the probability of it being a perfect square? ടീച്ചർ കുട്ടിയോട് ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുന്നു എന്ന് കരുതുക. കുട്ടി പറയുന്ന സംഖ്യ 17 ആകാനുള്ള സാധ്യത എന്താണ്? ഒരു പൂർണ്ണവർഗമാകാനുള്ള സാധ്യത എന്താണ്? 2 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ, 2 മാർക്കിന്റെ ചോദ്യം. അപ്പൊ 2D നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 10 to 99. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 90. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ ആൻസർ എഴുതാം. 17, 90 17 എണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ 1/90. ഒന്നാമത്തെ ആൻസർ. പ്രോബിലിറ്റി എന്താന്നുള്ളത് നിങ്ങൾ എഴുതിക്കോ. പ്രോബിലിറ്റി ബീങ് 17 ഈക്വൽ 90 ഒരെണ്ണം മാത്രമേ ഉള്ളൂ 17. അതുകൊണ്ട് നമുക്ക് 1/90 എന്ന് എഴുതാം. പിന്നെ രണ്ടാമത്തെ പെർഫെക്റ്റ് സ്ക്വയർസ്. 10 കഴിഞ്ഞ രണ്ടൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗങ്ങൾ ഏതാ? 10 കഴിഞ്ഞ എത്ര? 16 ഉണ്ട്, 25 ഉണ്ട്, പിന്നെ എത്രയാണ്? 36, പിന്നെ പറ 49, 64, 64 കഴിഞ്ഞാൽ എത്ര? 81. പിന്നെ അടുത്തത് വരുമ്പോഴത്തേക്ക് 2 ഡിജിറ്റ് രണ്ടക്കം കഴിയും. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 എണ്ണം. അപ്പം പ്രോബിലിറ്റി ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ എത്ര എണ്ണമാണ്? 6 എണ്ണം അല്ലേ? എത്രയില്? 90. ഇത് ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 1/15 കിട്ടി. വളരെ എളുപ്പമല്ലേ? അടുത്ത ചോദ്യം, 1 is asked to say natural number from 1 to 20. What's the probability of it being an even number? What's the probability of it being a multiple of 5? അതായത് 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇരട്ട സംഖ്യകളാകാനുള്ള സാധ്യത എത്ര? 5ന്റെ ഗുണിതങ്ങളാകാനുള്ള സാധ്യത എന്താണ്? നമുക്ക് ആൻസർ ചെയ്യാം. വളരെ എളുപ്പമാണ്. 1 മുതൽ 20 വരെ. 1 മുതൽ 20 വരെ ഇതിൽ 10 ഓഡ് നമ്പറും 10 ഈവൺ നമ്പറും ആയിരിക്കും അല്ലേ? അപ്പോൾ മൊത്തം 20. 1 മുതൽ 20 വരെ. അപ്പോൾ ആദ്യത്തെ ആൻസർ നമുക്ക് ഇപ്പം തന്നെ എഴുതിക്കൂടെ? ഈവൺ നമ്പർ എത്ര? 10. എത്ര നമ്പർ? 20. അപ്പോൾ 1/2. രണ്ടാമത്തെ 5ന്റെ ഗുണിതങ്ങൾ. 5ന്റെ ഗുണിതങ്ങൾ ആകുമ്പോൾ 5, 10, 15, 20 ആകാം. അപ്പോൾ 4 ഔട്ട് ഓഫ് 20, 1/5. 2 മാർക്കിന്റെ ചോദ്യമാണ്. എളുപ്പമായില്ലേ? ഓക്കെ, ഒരുവിധം എല്ലാ ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഈ ലെസൺ വളരെ ചെറുതാണ്. 2 പാർട്ടായിട്ടാണ് നമ്മൾ റിവിഷൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാം ചോദ്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.